ഹലോ കൂട്ടുകാരി, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറേ ഓർമ്മകളുള്ള ഒരു വിശേഷം പറയാനാണ്. 20 വർഷമായി, 20 വർഷത്തിൽ കൂടുതലാവും. എൻ്റെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ട് തിരുനെൽവേലിയിൽ നിന്ന് വരുന്നുണ്ട്. കണ്ടോ, ഇതാണ് എൻ്റെ ഫ്രണ്ട്. അങ്ങനെ 20 വർഷത്തിന് ശേഷം ആ ഫ്രണ്ടിനെയും കൊണ്ട് നമ്മൾ എറണാകുളത്ത് പോയി ഒരു ദിവസം ഒത്തുകൂടിയ വിശേഷങ്ങൾ പറയാനാണ് വന്നത്. ശരിക്കും എൻജോയ് ചെയ്തു. ഇപ്പം 40 വയസ്സായി എനിക്ക്. അപ്പം ഈ 40s ആകുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് എനിക്കറിയില്ല, നമ്മുടെ അമ്മയുടെ പ്രായത്തിലൊക്കെ അവർ കൂടെ പഠിച്ചവരുമായിട്ട് ഇതുപോലെയൊക്കെ പോയിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അതൊക്കെ പോട്ടെ, ഞാനൊരു മീൻകറിയുടെ റെസിപ്പി പറയാം. ടൊമാറ്റോ അത് 2 എടുത്തിട്ടുണ്ട്. അതുപോലെ 2 പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി. അപ്പം ഞാനിവിടെ ചൂര മീനാണ് എടുത്തിരിക്കുന്നത്. ഏത് മീനായാലും കുഴപ്പമില്ല. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടി വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു. അതിനകത്ത് ഉലുവ പൊട്ടിച്ച് അതിനുശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഉലുവ പൊട്ടിയതിന് ശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഇത്രയും വർഷത്തിന് ശേഷം തിരുവനന്തപുരത്ത് നിന്ന് തിരുനെൽവേലിയിലേക്ക് താമസം മാറ്റിയ എൻ്റെ കൂട്ടുകാരി എന്നോട് ആവശ്യപ്പെട്ടു, എപ്പോഴെങ്കിലും തിരുവനന്തപുരത്ത് വരുമ്പോൾ എനിക്ക് മീൻകറിയും കപ്പയും കഴിക്കാൻ കൊതിയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു സ്പെഷ്യൽ ആയിട്ട് അവൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു മീൻകറിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ 2-3 പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് ഇതുപോലെ ഉണ്ടാക്കിയതാണ്. കൂടുതൽ അയല, ചൂര അങ്ങനത്തെ മീനുകൾ ഇങ്ങനെ വെക്കുന്നതായിരിക്കും ടേസ്റ്റ്. നല്ല ഗ്രേവിക്കൊക്കെ നല്ല കട്ടി കാണും ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഇത് 2 ദിവസം പുറത്ത് വെച്ചാലും ചീത്താവത്തില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ 2 ടൊമാറ്റോ ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, എന്നിട്ടിത് നന്നായിട്ട് വഴറ്റണം. നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷമാണ് നമുക്കിത് പിന്നെ പൊടികൾ ചേർക്കണം. അതായത് ഞാനിപ്പോൾ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും പൊടി ഞാൻ ഇട്ടത്. നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഇത്രയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല എരിവുള്ളതൊക്കെ ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഇതിൽ ഞാനിപ്പോൾ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് മല്ലിപ്പൊടി വേണമെങ്കിൽ കുറച്ച്, അതായത് 1/2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് ഇതുപോലെ നന്നായിട്ട് ചെറിയ ചൂടോടുകൂടി വറുത്ത് എടുക്കണം. അതുപോലെ കുറച്ച് കറിവേപ്പിലയിട്ട് നന്നായിട്ട് ഇങ്ങനെ വരട്ടിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് അരയ്ക്കണം. തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൽ ഞാൻ കുടംപുളിയാണ് ആഡ് ചെയ്യുന്നത്. അപ്പം അത് കുടംപുളി ഞാൻ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഈ അരച്ച അരപ്പും കുടംപുളിയും കൂടി ഇട്ട് നന്നായിട്ട് വെട്ടിത്തിളപ്പിച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ, പണി തീർന്നിട്ടുണ്ടേ. ഇനി അടച്ച് വെച്ച് നന്നായിട്ട് വെട്ടിത്തിളയ്ക്കുമ്പോൾ നമുക്ക് നോർമൽ നമ്മൾ മീൻ കറി എങ്ങനെയാണ് വയ്ക്കുന്നത് അതുപോലെ, അപ്പം നല്ല കട്ടിയുള്ള ഗ്രേവി കാണും. പിന്നെ അന്ന് ഉപയോഗിക്കാനാണെങ്കിൽ നമുക്കിതിനകത്ത് തേങ്ങ അരച്ച് ചേർക്കാം. ഓക്കെ, അപ്പോൾ അത് തേങ്ങ അരച്ച് മീൻകറിയായി മാറും. ഈ തേങ്ങ അന്ന് നമ്മൾ എടുക്കുന്നില്ലെങ്കിൽ തേങ്ങ അരയ്ക്കേണ്ട. ഇനി വറ്റിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ വറ്റിച്ചെടുത്താലും മതി. കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ കപ്പയും മീൻകറിയും കൂടെയൊക്കെ കഴിക്കുകയാണ്. കൊള്ളാമെന്നൊക്കെ പറയുന്നുണ്ട് അഭിപ്രായം. എൻ്റെ കൂട്ടുകാരി കഴിക്കുകയാണത്. അങ്ങനെ കീരത്തോരനുണ്ടായിരുന്നു, മരച്ചീനി, ചോറ്, അച്ചാർ, പിന്നെന്താണ് പുളിശ്ശേരി, അതൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ. പിന്നെ അവളെനിക്ക് അവിടെ നിന്ന് തിരുനെൽവേലിയുടെ ഹൽവ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. എന്തോരം ടേസ്റ്റായിരുന്നു ഗോതമ്പ് ഹൽവ. പിന്നെ നമ്മൾ അവളെയും കൊണ്ട് ലുലുവിലൊക്കെ പോയി.
അവിടെയൊക്കെ കറങ്ങി ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ കുറേ റീലൊക്കെ ചെയ്തു. എത്ര വർഷം കൂടിയാണ് കാണുന്നത്. പക്ഷേ നമ്മളൊക്കെ ഇച്ചിരി വണ്ണം വെച്ചെന്നേ ഉള്ളൂ. മുഖമൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന ആ സമയത്തുള്ള ആ ഫേസൊക്കെ തന്നെയാണ്. ഫോണിൽ കൂടെ മാത്രമേ, വീഡിയോ കോളിൽ കൂടെയൊക്കെ അല്ലേ മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ലുലുവിൽ പോയി. പുതുതായിട്ട് മാംഗോ ഫലൂഡ ട്രൈ ചെയ്തു. ബാക്കിയുള്ള എല്ലാ റിവ്യൂസും ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഞങ്ങൾ രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചെടുക്കുന്നതാണിത്. പിന്നെ അങ്ങനെ ഞങ്ങൾ ബാക്കിയുള്ള ഫ്രണ്ട്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. കൂടെ ഞങ്ങളെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അത് അപ്പുറത്തിരിക്കുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ വെളുപ്പാങ്കാലത്ത് എറണാകുളത്ത് എത്തി. അവിടെ എത്തിയപ്പോൾ 10 മണിയായി. വെളുപ്പാങ്കാലത്ത് തിരിച്ചതാണ്. നമ്മളൊരു 5 മണി 5:30 ആയപ്പോഴത്തേക്കും റെയിൽവേ സ്റ്റേഷനിലെത്തി. ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അവൾ മലേഷ്യയിലാണ്. ഭയങ്കര സന്തോഷമായിരുന്നു. പണ്ടത്തെ ആ സ്കൂളിൽ പഠിക്കുന്ന കാലത്തിലോട്ട് ഞങ്ങൾ പോയി. ഹസ്ബൻഡും അമ്മയും 2 മക്കളുമൊക്കെ, അവളുടെ മക്കളൊക്കെ, ഇതാണ് സവിത. ഈ മക്കളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ ടാക്കോ ബെൽസിൽ പോയി. അതിൻ്റെ വീഡിയോസ് ഞാൻ ഈ വീഡിയോയുടെ മുമ്പിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ലുലുവിലൊക്കെ കറങ്ങി. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ക്രിസ്മസ്. ടാറ്റ ബൈ ബൈ, സി യു.